ഏവർക്കും നമസ്കാരം. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തിമാനായ യോദ്ധാവാണ് ബർബരികൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ മികച്ചൊരു യോദ്ധാവായി തന്നെയാണ് അംഗീകരിക്കുന്നത്. ദ്വാപരയുഗത്തിൽ സംഭവിക്കുന്ന ഈ സംഭവ വികാസത്തിന് മോഡേൺ സയൻസുമായി ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആധുനിക യുഗത്തിൽ മനുഷ്യൻ പല യന്ത്രങ്ങളും കണ്ടെത്തി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടുകൾ ഇപ്പോൾ പല ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നതിനു മുമ്പ് അവർക്കതിനുള്ള ഉത്തരം കണ്ടെത്താനും പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഒരു AI സാങ്കേതിക വിദ്യ. അപ്രകാരം ദ്വാപരയുഗത്തിൽ നടമാടിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാനെത്തിയ ബർബരികനെ മോഡേൺ സയൻസ് പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ഒരു AI ഉപമിക്കാം. പലർക്കും ഇതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. എങ്കിലും നമ്മുടെ യുഗത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പല ശാസ്ത്ര മേഖലകളും ദ്വാപരയുഗത്തിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തള്ളിക്കളയാനാവില്ല. ഏതൊരു ചരിത്രകാരനും കണ്ടതും കേട്ടതും അവൻ്റെ ഭാവനയും ഒത്തിണക്കിയാണ് ഒരു കൃതി രൂപപ്പെടുത്തുന്നത്. ദ്വാപരയുഗത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമാണ് വ്യാസൻ നമ്മളിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് പങ്കുവച്ചത്. അതിനാൽ വ്യാസമഹാഭാരതത്തിലെ ഒരു നിമിഷം കൊണ്ട് യുദ്ധമില്ലാതാക്കാൻ സാധിക്കുന്ന യുദ്ധവീരനെ പറ്റിയൊന്ന് നോക്കാം. ഏവർക്കും ഏൻഷ്യൻ സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുരുക്ഷേത്ര യുദ്ധം സംഭവിക്കുമെന്നുറപ്പായപ്പോൾ പാണ്ഡവർ തങ്ങളുടെ ശക്തി എപ്രകാരം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ചർച്ചയിലാണ്ടു. യുധിഷ്ഠിരനും കൃഷ്ണനും തമ്മിലുണ്ടായ സംഭാഷണത്തിൽ കൗരവ പക്കൽ അതിശക്തരായ മഹാരഥികളുണ്ടെന്നും അവർ എത്ര ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ചിന്തിക്കവേ കൃഷ്ണൻ യുധിഷ്ഠിരനോടായി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പാണ്ഡുപുത്ര, കൗരവ പക്ഷത്തു നിന്നും ഭീഷ്മർക്ക് 20 ദിവസവും, ദ്രോണർക്ക് 28 ദിവസവും, കർണന് 24 ദിവസവും മതിയാകും യുദ്ധം അവസാനിപ്പിക്കാൻ. പൊടുന്നനെ ഒരു ഗാംഭീര്യ ശബ്ദം ശിബിരത്തിലുയർന്നു: എനിക്ക് ഒറ്റ നിമിഷം മതി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ. അതിനോളം പോന്ന 3 അസ്ത്രങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്ന് ബർബരികൻ പറഞ്ഞു. ഇത് കേട്ടുനിന്ന അർജുനന് പെട്ടെന്ന് സംശയമുളവായി. പക്ഷേ ശങ്കയൊന്നും കൂടാതെ മാധവൻ ആ യുവാവ് പറഞ്ഞതിനോട് അംഗീകരിച്ചു. പക്ഷേ ആ യുവാവ് ദുർബല ഭാഗത്തു മാത്രം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയുള്ളൂവെന്ന് ശപഥം ചെയ്തിരുന്നതിനാൽ ഇവൻ യുദ്ധത്തിൽ പങ്കെടുത്താൽ പാണ്ഡവരോ കൗരവരോ ശേഷിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഒരു അസുര യുവാവിന് രാജ്യഭരണം ഏറ്റെടുക്കേണ്ടി വന്നാൽ ഭൂമിയിൽ അധർമ്മം വിളയാടും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിനായി പുറപ്പെട്ട ബർബരികന്റെ മുമ്പിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രാഹ്മണ വേഷത്തിൽ വന്നെത്തി. ബ്രാഹ്മണൻ അദ്ദേഹത്തോടായി എവിടേക്കാണ് പ്രയാണമെന്നാരാഞ്ഞു. താൻ കുരുക്ഷേത്ര യുദ്ധത്തിനായി പോവുകയാണെന്ന് ബർബരികൻ മറുപടി നൽകി. ഏതു ചേരിയോട് ചേർന്നാണ് യുദ്ധം ചെയ്യുക എന്ന ബ്രാഹ്മണന്റെ ചോദ്യത്തിന് എവിടെ ആൾബലം കുറയുന്നുവോ ആ ചേരിയോട് ചേർന്ന് യുദ്ധം ചെയ്യുമെന്നായി കാട്ടാള യുവാവിൻ്റെ മറുപടി. ഓഹോ, അത്രയ്ക്ക് വലിയ യോദ്ധാവാണോ നീ എന്ന് ബ്രാഹ്മണൻ ചോദിച്ചു. ഇത് കേട്ട ബർബരികൻ ഒന്ന് ചിരിച്ചിട്ട് ബ്രാഹ്മണന് മറുപടി നൽകി: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, എനിക്ക് ഈ യുദ്ധം ഒരു നിമിഷം കൊണ്ട് തീർക്കാൻ സാധിക്കും. അതിനോളം പോന്ന 3 ദിവ്യാസ്ത്രങ്ങൾ എൻ്റെ പക്കലുണ്ടെന്നായി മറുപടിയേകി. ഇത് കേട്ട ബ്രാഹ്മണൻ ആ അസ്ത്രങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇത് കേട്ട ബർബരികൻ ഒരു സങ്കോചവും കൂടാതെ ആ ദിവ്യാസ്ത്രത്തെ ആവാഹിച്ചു. സുവർണ പ്രഭയോടെ തിളങ്ങുന്ന 3 അസ്ത്രങ്ങൾ ബർബരികന്റെ കൈകളിൽ പ്രത്യക്ഷമായി. ഇത് കണ്ട ബ്രാഹ്മണൻ ആ അസ്ത്രത്തിൻ്റെ ശക്തി അറിയുവാനായി അതൊന്ന് പരീക്ഷിച്ചു കാണിക്കാമോ എന്നായി ചോദ്യം. ബർബരികൻ ബ്രാഹ്മണന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അസ്ത്രത്തെ പ്രയോഗിച്ചു കാട്ടാമെന്ന് മറുപടി നൽകി. സൂര്യദേവൻ നൽകിയ ആരാലും കാണാൻ സാധിക്കാത്ത വില്ലിനെ ആവാഹിച്ചു. അഷ്ടദേവകൾ നൽകിയ ആ 3 അസ്ത്രത്തെ പറ്റിയും ബർബരികൻ പറഞ്ഞു തുടങ്ങി. ഇതിൽ 1ാമത്തെ അസ്ത്രം തൊടുത്താൽ ആരെയൊക്കെയാണോ വധിക്കേണ്ടത് അവരെ അടയാളപ്പെടുത്തും. 2ാമത്തെ അസ്ത്രം തൊടുത്താൽ ആരെയൊക്കെയാണോ നിഗ്രഹിക്കേണ്ടാത്തത് അവരെ അടയാളപ്പെടുത്തും. 3ാമത്തെ അസ്ത്രം തൊടുക്കുമ്പോൾ സംഹാരം പൂർത്തിയാക്കി ഇവ 3ഉം തിരികെ വരും. എങ്കിൽ ഈ വൃക്ഷത്തിലെ ഇലകളെ ഒന്ന് ലക്ഷ്യം വെക്കാമോ എന്നായി ചോദ്യം.
ബ്രാഹ്മണവാക്കിനാൽ ബർബരികൻ അസ്ത്രത്തെ ആവാഹിച്ചു. ഈ നേരം കൊണ്ട് ബ്രാഹ്മണൻ അതിലെ ഒരില അടർത്തി തൻ്റെ കാൽപാദത്തിനടിയിലായി ഒളിപ്പിച്ചു. മന്ത്രം പൂണ്ട അസ്ത്രം മിന്നൽ പിണർ വേഗതയിൽ എല്ലാ ഇലകളെയും സംഹരിച്ച് ബ്രാഹ്മണന്റെ പാദത്തിനടുത്തായി വന്ന് വട്ടം ചുറ്റി. ഇത് കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നമ്പരന്നു. തുടർന്ന് ബർബരികൻ ബ്രാഹ്മണനോടായി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയുടെ പാദത്തിനടിയിലായി ഒരില കൂടി ബാക്കിയുണ്ടെന്നും അതിനാലാണ് ആ അസ്ത്രം അങ്ങയുടെ കാൽഭാഗത്തിന് മുകളിലായി വന്ന് ചുറ്റിത്തിരിയുന്നതെന്നും അങ്ങയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ ഞാൻ ഈ അസ്ത്രത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നും ബർബരികൻ മറുപടിയേകി. ബർബരികന്റെ ശക്തി മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഇദ്ദേഹം ഈ യുദ്ധത്തിൽ പങ്കെടുത്താൽ പാണ്ഡവർക്കോ കൗരവർക്കോ വിജയമുണ്ടാകില്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി. തുടർന്ന് അവസാനമായി ഒരിക്കൽ കൂടി കൃഷ്ണൻ ബർബരികനോട് താൻ ഏതു ചേരിയോട് ചേർന്ന് യുദ്ധം ചെയ്യുമെന്ന് ആരാഞ്ഞു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബ്രാഹ്മണൻ സാധാരണ മനുഷ്യനല്ലെന്നും അദ്ദേഹം സാക്ഷാൽ ശ്രീകൃഷ്ണനാണെന്നും മനസ്സിലാക്കിയ ബർബരികൻ താൻ പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറാതെ അതേ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. തുടർന്ന് കൃഷ്ണൻ ബർബരികനോടായി ഒരു ദാനം ആവശ്യപ്പെട്ടു. എന്താണ് ദാനമായി താൻ നൽകേണ്ടതെന്നായി ബർബരികൻ ചോദിച്ചു. തുടർന്ന് ശ്രീകൃഷ്ണൻ ബർബരികന്റെ ശിരസ് ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണനിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തൻ്റെ ശിരസ് ദാനമായി നൽകാമെന്ന് ബർബരികൻ ഒരു സങ്കോചവും കൂടാതെ സമ്മതിച്ചു. അങ്ങനെ ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 12-ാം നാൾ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം ബർബരികന്റെ ശിരസ് ഛേദിച്ചു. തൻ്റെ ശിരസ് ഛേദിക്കുന്നതിനു മുമ്പ് ബർബരികൻ ശ്രീകൃഷ്ണനിൽ നിന്നും ഒരു വരം ആവശ്യപ്പെട്ടിരുന്നു. തനിക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത കുരുക്ഷേത്ര യുദ്ധത്തെ മുഴുവനായും കാണാനായി അങ്ങനെ അനുവദിക്കണമെന്നായിരുന്നു ബർബരികന്റെ ആവശ്യം. ഇതിനെ തുടർന്നാണ് ബർബരികന്റെ ശിരസ് ഒരു വലിയ മലയുടെ മുകളിലായി സ്ഥാപിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ച് 18-ാം നാൾ ദുര്യോധന വധത്തോടെ യുദ്ധം അവസാനിക്കുന്നു. യുദ്ധത്തിൽ ജയിച്ച പാണ്ഡവർ ബർബരികനെ കാണാനെത്തിയപ്പോൾ ബർബരികൻ അവരോടായി ഇപ്രകാരം പറഞ്ഞു: താൻ ഈ യുദ്ധത്തിൽ ശത്രുക്കളെ സംഹരിക്കുന്ന ഒരാളെ മാത്രമേ കണ്ടിരുന്നുള്ളൂവെന്നും അത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നും മറുപടി നൽകി. ഇപ്രകാരം ബർബരികൻ എന്ന യോദ്ധാവിൻ്റെ അന്ത്യം സംഭവിക്കുന്നു. മഹാഭാരതത്തിലെ ഈ ഒരു കഥാപാത്രത്തെ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് ബർബരികനെ പറ്റി എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.